എന്ത് പറയണം എങ്ങനെ പറയണം എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചതേ അല്ല ഇതെൻ്റെ ഒരു ഫുൾ ടൈം കരിയറായിട്ട് മാറും എന്നുള്ളത്. ഇന്ന് ഞാൻ ഈ ഒരു 700Kയിൽ എത്തി നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ് കേട്ടോ. കാരണം നിങ്ങൾ ഓരോരുത്തരും മനസ്സറിഞ്ഞ് സപ്പോർട്ട് ചെയ്തത് കൊണ്ടും മനസ്സറിഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തത് കൊണ്ടൊക്കെയാണ് ഞാൻ ഇന്ന് ഈ ഒരു ലെവലിൽ എത്തി നിൽക്കണത് കേട്ടോ. അതിന് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങൾ ഓരോരുത്തരോടും പറയാണ്. ഇത് എത്രമാത്രം ആളുകൾ തുറന്ന് പറയുന്നുള്ളതൊന്നും എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ മുകളിൽ ഉച്ചത്തിൽ കൊണ്ടെത്തിക്കാനും പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും താഴ്ന്ന തട്ടിൽ എത്തിക്കാനും പറ്റും. അത്രയേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സ് വെച്ചത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് ഇനി കൂടുതലായിട്ട് ഒന്നും തന്നെ പറയാനില്ല. ഒരുപാട് 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 സന്തോഷമാണ് എനിക്ക് ഈ ഒരു എന്താ എനിക്ക് അറിയില്ല കേട്ടോ. താങ്ക്സ് ടു ഓൾ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് എൻജോയ്മെൻ്റ് ആയാലോ. അപ്പം ഞാനൊരു കുഞ്ഞ് വ്ളോഗും കൂടി കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ചേച്ചിയുടെ മോൾക്ക് കല്യാണമാണ് കേട്ടോ. അതിനോട് അനുബന്ധിച്ച് നമ്മളിപ്പോൾ ബ്രൈറ്റ് ടു ബി ഫോട്ടോഷൂട്ടിന് പോവാണ്. പാലക്കാട് കോട്ട മൈതാനത്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോണത്. കോട്ട മൈതാനം കോട്ടയിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബലൂണും മറ്റ് സാധനങ്ങളൊക്കെ കേട്ടോ. ബ്രൈറ്റ് ടു ബീന് സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് മീഷോയിൽ നിന്നായിരുന്നു ഇതെല്ലാം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡ് കേട്ടോ. അപ്പോൾ നമ്മൾ കളർ കോഡൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും വൈറ്റ്, ബ്രൈഡ് മാത്രം റെഡ്. ആ ഒരു മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഷൂട്ട് തുടങ്ങുകയാണ്. ഷൂട്ട് തുടങ്ങിയപ്പോഴും ശരിക്കും പറഞ്ഞാലില്ലേ ചിരിച്ച് 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 ഒരു വഴിയായി എന്ന് വേണം പറയാൻ. കാരണം ക്യാമറാമാൻ ഒന്ന് പറയുന്നു, നമ്മളൊന്ന് ചെയ്യുന്നു, നമ്മളൊന്ന് പറയുന്നു, ക്യാമറാമാൻ ഒന്ന് ചെയ്യുന്നു എന്നുള്ളൊരവസ്ഥയാണ്. പിന്നെ എല്ലാവരെയും കൊണ്ടും ഇങ്ങനെ നിരത്തി നിർത്തുമ്പോഴും ഒരാളൊന്ന് ചെയ്യുന്നു, മറ്റൊരാൾ വേറൊന്ന് ചെയ്യുന്നു. അയ്യോ, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല വൈബ് തന്നെയായിരുന്നു. ആർക്കും ഒന്നും അറിയുന്നില്ല എന്നുള്ളതായിരുന്നു സത്യം. ക്യാമറാമാൻ എന്തായാലും ഞങ്ങളെ കൊണ്ട് മടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഓരോ ബ്രൈറ്റ് ടു ബി ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മളോട് പറയണം. കുറേ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മളെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കും. പക്ഷെ ആ സ്ഥാനത്ത് ആ ഒരു എന്താ പറയുക, പ്രവർത്തിക്കേണ്ട സമയത്ത് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. നമ്മൾ സ്കൂളിലൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോകും. പക്ഷെ അവിടെ എത്തുമ്പോഴും നമുക്ക് എല്ലാം മറന്നു പോവില്ലേ? ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ എല്ലാവർക്കും എന്ത് ചെയ്യണമെന്നുള്ളത് അറിയണില്ല. ക്യാമറാമാൻ പറയുന്നുണ്ട്, ഒരാൾ ഇങ്ങോട്ട് പോകുന്നു, ഒരാൾ അങ്ങോട്ട് പോകുന്നു, ഒരാൾ ഓടാൻ പറയുമ്പോൾ വേറൊരാൾ ഓടുന്നു. അങ്ങനെ ആയിരുന്നു കേട്ടോ. മൊത്തത്തിൽ എന്താ പറയുക, നല്ല വൈബായിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ പോകണം ശരിക്കും പറഞ്ഞാൽ. കാരണം നമുക്ക് ഷൂട്ടും ആണ്, നമുക്ക് നല്ലൊരു എൻജോയ്മെൻ്റ് ആണ്. നമുക്ക് എത്ര വിഷമങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ മറന്ന് പൊട്ടിച്ചിരിച്ചു പോകും കേട്ടോ. അടിപൊളി ആയിരുന്നു. അതേപോലെ തന്നെ കുട്ടികളാണെന്നുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നമ്മൾ കേക്ക് കട്ടിങ് സമയമാകുമ്പോഴത്തേക്കും തന്നെ സന്ധ്യാസമയമായി. അപ്പോൾ അമ്പലം കോട്ടയുടെ നമ്മുടെ ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ ബാക്കിലായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 6 മണി ആയപ്പോൾ അവർ ക്ലോസിംഗ് ആണ്. പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് പോയിട്ട്, അതായത് കോട്ടയുടെ ഫ്രണ്ടിലോട്ട് പോയിട്ടാണ് ബാക്കി ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് കേട്ടോ. സന്ധ്യാസമയം ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ വരാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ, പിന്നെ പൊതുവെ കോട്ടയിൽ കുറേ ആൾക്കാർ, ഭയങ്കര വൈബാണല്ലോ ആ ഒരു സ്ഥലം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടാവും. അപ്പം നമ്മൾ അവിടെ നിന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഡാൻസിങ്ങും ഒക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ചുറ്റും നിന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കൂട്ടത്തിൽ ബാക്കി എല്ലാവർക്കും മടിയുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മടിയുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്കും ഈ പറഞ്ഞതുപോലെ എങ്ങനെ ആളുകളെ ഫേസ് ചെയ്യും, എങ്ങനെ മറ്റുള്ളവരുടെ മുൻപിൽ വർത്തമാനം പറയും. ഒരു ഫോട്ടോ എടുത്താൽ പോലും ഇപ്പോഴും എൻ്റെ ഹസ്ബൻഡ് പറയാറുണ്ട് കേട്ടോ, ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന് തരേയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി എന്താ പറയുക, ഒരു ഫോട്ടോ എടുക്കാൻ നിൽക്കാൻ പോലും അറിയാത്ത ആളാണ് ഇപ്പം ഇങ്ങനെ മാറിയത് എന്നുള്ളത്. അതെനിക്ക് പേഴ്സണലി എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഷൈ ആയിരുന്നു. അതേപോലെ തന്നെ എന്താ പറയുക, മറ്റുള്ളവരോട് വർത്തമാനം പറയാനൊന്നും കോൺഫിഡൻ്റ് ഇല്ലായിരുന്നു. പക്ഷേ ഈ ഒരു കരിയറിലോട്ട് വന്ന സമയത്ത് എൻ്റെ കോൺഫിഡൻറ്റ് എന്താ പറയുക, ഞാൻ തന്നെ ചേഞ്ചായി എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആരുടെ മുൻപിലും ഞാൻ കോൺഫിഡൻറ്റോട് കൂടിയിട്ട് നിന്ന് സംസാരിക്കും. അത് എത്ര ആളുണ്ടെന്നുണ്ടെങ്കിലും എനിക്കൊരു വിഷയം അല്ലാതായി കേട്ടോ. അതിനൊക്കെ എനിക്ക് മാറ്റം കിട്ടിയത് ശരിക്കും ഞാൻ സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങി ഞാൻ മറ്റുള്ളവരോട്, നിങ്ങളോട് സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് കേട്ടോ. അത് ഒരു ഒന്നൊന്നര ചേഞ്ചാണ്. അതുകൊണ്ട് തന്നെ ഈ കോട്ടയിൽ വന്ന് നിൽക്കുന്ന സമയത്തും
എല്ലാവരും ചുറ്റും നിന്ന് നമ്മളെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കളിക്കാനും മടി, മറ്റുള്ള ആളുകളെ ഫേസ് ചെയ്യാനും മടി. പക്ഷെ എനിക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവരോടൊക്കെ പറയായിരുന്നു, ആവശ്യമില്ല, എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ കണ്ട് മടിക്കണത്, നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക, അവർ നമ്മൾ മൈൻഡ് ചെയ്യേ വേണ്ട, അവർ നമ്മൾ നോക്കി നിൽക്കുകയാണ്. പക്ഷെ അത് നമ്മൾ കാര്യമാക്കണ്ട. നമ്മൾ ഈ ചെറിയ പ്രായമാണ്, നമ്മൾ മറ്റുള്ളവരെ കണ്ട് ഇങ്ങനെ ഷൈ അടിച്ച് നിൽക്കേണ്ട സമയങ്ങളൊന്നും അല്ല. നമ്മൾ അടിച്ച് പൊളിക്കുക, നിങ്ങൾ അവരെ നോക്കണ്ട എന്ന് പറഞ്ഞ് പിന്നെ അവർ മറ്റുള്ളവരെ മൈൻഡ് ചെയ്തതേ ഇല്ല കേട്ടോ. നമ്മുടെ ക്യാമറാമാൻ ഫ്രണ്ടിൽ നിന്നും ആൾ എടുക്കുന്ന സമയത്ത്, ടേക്ക് പറയുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് കളിച്ചു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പം നിങ്ങളോടാണെന്നുണ്ടെങ്കിലും എല്ലാവരോടാണെന്നുണ്ടെങ്കിലും എനിക്ക് പറയാനുള്ളത്, നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് പിന്നെ ഒന്നും വരാനില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ പേടിച്ചിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയുമെന്ന് വിചാരിച്ച് നമ്മുടെ ലൈഫ് നമ്മൾ കളയരുത്. മറ്റുള്ളവർ ഈ പറയുന്ന ആൾക്കാരൊന്നും നമുക്ക് തരില്ല. നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് മാമുണ്ടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണോ സാധിക്കുന്നത്, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ചെയ്യാം, മറ്റുള്ളവരെ മൈൻഡ് ചെയ്യാതിരിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു കരിയറിൽ നിന്നും എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനിതിൽ 200% സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ ഈ ഒരു കരിയറിൽ കേട്ടോ. അങ്ങനെ ഒരുവിധം നമ്മുടെ ഷൂട്ടൊക്കെ കഴിയുമ്പോഴത്തേക്കും തന്നെ രാത്രിയായി, എല്ലാവരും ടയേർഡായി കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വന്തം പാലക്കാട് റാവുത്തർ ബിരിയാണി, NMR ബിരിയാണിയും പോയി എല്ലാവരും കഴിച്ച് സുഖമായിട്ട് അടിച്ച് പൊളിച്ച് വീട്ടിലോട്ട് പോയിട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണു. ഇതേപോലെ മറ്റൊരു അടിപൊളി വ്ളോഗായിട്ട് വരാം കേട്ടോ. അതുവരെയ്ക്കും ബൈ ഫ്രം രമ്യ.